ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിഡ്സിൻ്റെ റോംബറിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒരു വയസ്സുള്ള ബേബിക്കൊക്കെ പറ്റിയ രീതിയിലുള്ള റോംബറാണിത്. സ്ലീവിൽ ഇലാസ്റ്റിക് ഇതുപോലെ ഇലാസ്റ്റിക് വരും. താഴെയും നമ്മൾ ഇലാസ്റ്റിക്കാണ് വരുന്നത്. എന്നിട്ട് പ്രസ് ബട്ടൺ ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴുത്തിൽ നിന്ന് കയറ്റാൻ നമുക്ക് പറ്റില്ല. ഇത് കഴുത്തിൻ്റെ അവിടെ ഒരുപാട് വിട്ടില്ല. ഇത് ജോയിൻ ചെയ്ത് വെച്ചേക്കുവാണല്ലോ താഴെ വരെ. അപ്പം നമുക്ക് ഉടുപ്പിടുന്ന പോലെ ഇടാൻ പറ്റില്ല. അതിന് താഴെ പ്രസ് ബട്ടൺ കൊടുത്താൽ മാത്രമേ നമുക്ക് കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാ 2 ബെൽറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് താഴ്ഭാഗത്തേക്കുള്ള മെറ്റീരിയൽ ഇവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് 10 ഇഞ്ച് വിട്ടിലും വന്നിട്ട് നമ്മൾ താഴേക്ക് ഒരു ലെങ്തും ഒരു 12 ഇഞ്ച് ലെങ്താണ് താഴേക്ക് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ താഴ്ഭാഗം ഒരു 3 ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു 7-8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ താഴ്ഭാഗത്തേക്കാണിത് നമുക്ക് വരുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് 2 പീസാണുള്ളത്, ബാക്കും ഫ്രണ്ടും ഒക്കെ. ഇത് അലാസ്റ്റിക്കൊക്കെ കൊടുക്കാനുള്ളതാണ് താഴ്ഭാഗത്ത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ലീവിന് വേണം. സ്ലീവിന് ഇലാസ്റ്റിക് കൊടുക്കാൻ വേണം. സ്ലീവല്ല, ഷോൾഡർ ഭാഗം ഇലാസ്റ്റിക് കൊടുക്കാൻ വേണം. പിന്നെ മോൾ ബോഡിക്കുള്ളതും വേണം. ഇതുപോലെ ഇത് 4ആയിട്ട് മടക്കിയിടുക. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് മോൾ ബോഡിക്ക് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് വിട്ട് ഒരു 4 വരാൻ പാകത്തിന് ഇതുപോലെ മടക്കിയിട്ടിട്ട് മടക്കിയിടുമ്പോൾ വിട്ട് 4 വരണം. അതുപോലെ നമുക്കെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കുക. ലെങ്ത് ഒരു 6.5-7 ഇഞ്ച് വരാൻ പാകത്തിന് 7 ഇഞ്ച് എടുക്കാം ഇതുപോലെ. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം. എന്നിട്ട് അങ്ങനത്തെ 4 പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ട് അടിച്ചു മറിച്ചെടുക്കണം, ബാക്ക് പാർട്ടും അടിച്ചു മറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിനുള്ള 4 പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാനുള്ളത് ഷോൾഡറിൻ്റെ അവിടെ ഇലാസ്റ്റിക് വെക്കാനുള്ള മെറ്റീരിയലാണ്. അത് ഒരു 5.5 ഇഞ്ച് ലെങ്തും ഒരു 2 ഇഞ്ച് വിട്ടും ആയിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 എണ്ണം. എന്നിട്ട് നമുക്കിനി ഇതുപോലെ ഒരു മെറ്റീരിയലൂടെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാനിവിടെ 3 എടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് കുറഞ്ഞ് ഇതുപോലെ ചരിച്ച് ഇതുപോലെ കൊണ്ടുവരണം. കുറഞ്ഞ് വരാൻ പാകത്തിന് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഷോൾഡറിൻ്റെ അപ്പുറത്തേക്ക് 2 സൈഡിലേക്കും ഫ്രില്ല് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്. അതിന് വേണ്ടിയിട്ട് 2 എണ്ണം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. 2 ബെൽറ്റിനും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. 2 ബെൽറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതുപോലെ താഴത്തെ മെറ്റീരിയലിൻ്റെ 2 സൈഡും നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴത്തെ ഭാഗം ഒന്ന് മടക്കിയടിക്കണം. താഴ്ഭാഗം പിന്നെ ഇതുപോലെ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴ്ഭാഗം എടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് 2 കാലിൻ്റെയും താഴ്ഭാഗം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സൈഡും നമ്മളൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് താഴ്ഭാഗം മടക്കിയടിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണ്. ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഞാൻ ഇനി താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 കാലിൻ്റെയും താഴ്ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വെച്ച് ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി താഴെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഒരു ഇലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് താഴെ വെച്ച് ഇതുപോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു
1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് നമ്മളിത് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് വെച്ച് നമുക്ക് വലിച്ചു പിടിച്ച് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകൾ ബോഡിയിൽ വെക്കാനുള്ള മെറ്റീരിയൽ 4 പീസാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. അതിൻ്റെ 3 സൈഡ് നമുക്കിതുപോലെ 2 വെച്ച് എടുത്ത് വെച്ചിട്ട് 3 സൈഡും നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും സെപ്പറേറ്റ് 2 വീതമാണ്. അപ്പോൾ അതിൻ്റെ 3 സൈഡ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാനിവിടെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഞാൻ ഇവിടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ 2 വീതം വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് 3 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് താഴത്തെ ഭാഗത്തെ താഴ്ഭാഗം നമ്മൾ ഓപ്പണിംഗ് ഉള്ള 2 സൈഡുണ്ടല്ലോ, താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് താഴത്തെ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ്. ഇതുപോലെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് വെച്ചതിൻ്റെ ബാലൻസ് വരുന്ന സ്ഥലമാണിത്. അവിടെ നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബോഡി പാർട്ടിൻ്റെ ബാക്കും ഫ്രണ്ടും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ കൊത്തിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. 2 പീസ് നമുക്കിതുപോലെ മറിച്ചെടുത്തിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുത്ത് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. സെൻറ്റർ ഭാഗത്ത് നമുക്ക് ആ താഴത്തെ പീസിൻ്റെ സെൻറ്ററിലും വരാൻ പാകത്തിന് അവിടെ നമ്മളൊന്ന് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തിയൊക്കെ കൊടുക്കുക സെൻറ്റർ ഭാഗം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും നമ്മൾ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും താഴത്തെ പീസിൻ്റെ സെൻറ്ററും കൂടി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് 2 സൈഡിലും നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെ ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ബാലൻസ് ഉള്ള ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കവിടെ ഇലാസ്റ്റിക് കൊടുക്കണം. ഇലാസ്റ്റിക് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ബാലൻസ് വന്ന ഭാഗത്ത് ഇവിടെ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഇലാസ്റ്റിക് വെക്കുക. എന്നിട്ട് അവിടെ വലിച്ച് പിടിച്ച് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ച് പിടിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് അടുത്ത അടയാളപ്പെടുത്തിയ ഭാഗം വരെ നമ്മൾ ഇതുപോലെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇലാസ്റ്റിക്. അങ്ങനെ 2 സൈഡിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് 2 സൈഡും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് മടക്കി ഫുള്ളും ചുറ്റിനും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ചുറ്റിനും വലിച്ചു പിടിച്ചാൽ മാത്രം മതി. നമ്മൾ ഇലാസ്റ്റിക് വെച്ചേക്കുന്ന ഭാഗം ഒന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് ബാലൻസ് ഉള്ളതും നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി മുകൾ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതിൻ്റെ സെൻറ്ററെല്ലാം കറക്റ്റായിട്ട് നോക്കി ഇതുപോലെ വെച്ച് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ച് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇതാ നമ്മൾ ബാക്കും ഫ്രണ്ടും എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വരും. എന്നിട്ട് നമുക്കിനി ഷോൾഡറിൽ പിടിപ്പിക്കാനുള്ളത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് പീസും കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്കത് അടിച്ച് മറിച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് മറിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കത് ഇലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഒരു സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറു സൈഡ് നമ്മൾ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ച് കറക്റ്റ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് വേണ്ടതനുസരിച്ച് നമ്മളത് വലിച്ചു കൊടുത്തതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ വലിച്ചു കൊടുത്ത് കറക്റ്റായിട്ടൊക്കെ പിടിച്ച് നോക്കിയിട്ട് ബാലൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാലൻസ് വരുന്ന ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് രണ്ട് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഞാനിവിടെ ഒരു സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് പീസിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡിൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് നോക്കി കറക്റ്റായിട്ട് അടുത്ത സൈഡിലും നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് മുകളിൽ വശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് പിന്നെ ആ ഫ്രില്ലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഇതുപോലെ ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുക. ഒരു പ്രസർ അകലത്തിൽ അടുത്ത സ്റ്റിച്ചിങ് കൂടി കൊടുക്കുക. അപ്പം നല്ല ഭംഗിക്കിരിക്കും. ഇതുപോലെ പക്കാ ഫിനിഷിങ്ങിൽ തന്നെ വരും. ഇതുപോലെ രണ്ട് സ്റ്റിച്ചിങ് കൊടുത്താൽ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ വരും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി രണ്ട് സൈഡിലും ഫ്രില്ല് കൊടുക്കണം. രണ്ട് സൈഡിലും കൂടെ ഫ്രില്ല് കൊടുത്താൽ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. പിന്നെ ഒരു ബെൽറ്റ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വെച്ച് നോക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യണം. രണ്ട് സൈഡിലും ഞാൻ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആ ഇലാസ്റ്റിക് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള പീസ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബെൽറ്റിന് നമുക്ക് ഉടുപ്പിൽ പിടിപ്പിക്കാനുള്ളത് വേണം. ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഉടുപ്പിൽ 4 വേണമല്ലോ. അത് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് നമുക്ക് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ്. എന്നാലേ നമുക്ക് ബെൽറ്റ് കെട്ടി വയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതും നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ രണ്ടെണ്ണം വയ്ക്കാം. നമുക്ക് ആ പിന്നെ മുകൾ പാട്ട് വെച്ച് കൊടുത്തേക്കുന്ന ആ സ്ഥലമില്ലേ, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. രണ്ടെണ്ണം ബാക്കിലും അതുപോലെ തന്നെ രണ്ടെണ്ണം വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ
കുഞ്ഞുങ്ങൾക്കൊക്കെ വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരു റോംബർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ ദാ ഇവിടെ താഴെ പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രസ് ബട്ടൺ എങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് സൈഡിലും ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെൽറ്റും ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.